ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണോ ടെക്നിക്കൽ അനാലിസിസ് ആണോ ഏറ്റവും പ്രധാനം? രണ്ടും പ്രധാനമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇവയൊക്കെ പരിശോധിച്ച് ആ കമ്പനി പ്രോഫിറ്റബിൾ ആണോ അല്ലയോ, ഇനി അതിന് ഭാവിയുണ്ടോ, അതിൽ നിക്ഷേപിച്ച ഗുണമുണ്ടോ, അതിന് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും നല്ല ഇൻഡിക്കേറ്റർ ആവുന്നത് ഏർണിങ്സ് പെർ ഷെയർ ആണ്. അതായത് പ്രോഫിറ്റബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ്, അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്, എല്ലാ ചിലവും കഴിച്ചുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ് ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് മുൻ വർഷങ്ങൾ എത്രയുണ്ട്, അത് കൂടുന്നുണ്ടോ എന്നൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ, അതായത് ഇപ്പോൾ ഒരു 10 വർഷത്തേക്ക് അത് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോവുകയാണെങ്കിൽ നല്ലൊരു ഇൻഡിക്കേഷനാണ് ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്. ഇനി ടെക്നിക്കൽ അനാലിസിസ് വരുമ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ കാര്യം മാത്രമേ പരിശോധിക്കുകയുള്ളൂ. സ്റ്റോക്ക് ഉയരുകയാണോ താഴുകയാണോ, മാർക്കറ്റിൽ സ്റ്റോക്ക് ഉയരുകയാണോ താഴുകയാണോ, എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ, അപ്പോൾ ഈ സ്റ്റോക്കിൽ നിക്ഷേപിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഗ്രോത്ത് ബുള്ളിഷ് ആയിരിക്കുമോ, അതായത് ഉയർന്നു പോകുമോ അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കുമോ എന്നൊക്കെ ഏകദേശം അറിയാൻ പറ്റും. എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത്. കാരണം എന്താണ്, ഒരു ട്രെൻഡ് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. എന്തുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസ് വളരെയധികം യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്.